നമ്മൾ എത്ര വിവാഹ തട്ടിപ്പ് വീരന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. തട്ടിപ്പുകാരികളെ കുറിച്ച് കണ്ടും കേട്ടും അറിഞ്ഞും വായിച്ചുമൊക്കെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. പക്ഷേ ഇമാതിരി ഒരു തട്ടിപ്പുകാരെ കുറിച്ച് കേട്ടിട്ടേ ഉണ്ടാവില്ല. പോരാ, 10 പേരെ അല്ലെന്നേ കല്യാണം കഴിച്ചു മുങ്ങിയത്. കെട്ടുതാലി കൊണ്ട് ഒറ്റ പോക്കാണ് പ്രധാന പരിപാടി. 10 പേരെ വിവാഹം കഴിച്ചു പറ്റിച്ച ഉദയംപേരൂർ സ്വദേശിനിയായ 30 വയസ്സുള്ള രേഷ്മയെ കുറിച്ച്. ഇതൊക്കെ എന്ത്? രേഷ്മയുടെ ലിസ്റ്റിൽ ഈ മാസം 3 വിവാഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനൊന്ന് പോയി പരിചയപ്പെട്ടാലോ? ഒന്ന് നെടുമങ്ങാട്ടെ പഞ്ചായത്ത് അംഗം, കൺഗ്രാറ്റുലേഷൻസ്. മറ്റൊന്ന് കോട്ടയത്തുള്ള ഒരു കല്യാണ ചെറുക്കൻ, മറ്റൊന്നുണ്ടായിരുന്നത് തിരുവനന്തപുരത്തെ തിരുമലയിലുള്ള ഒരു യുവാവായിരുന്നു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇതിൽ രസമെന്ന് പറയുന്നത് അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാ. അതെ, നെടുമങ്ങാട്ടുള്ള വിവാഹത്തിന് രേഷ്മയെ തിരുവനന്തപുരം വരെ എത്തിച്ചത് രേഷ്മയുടെ ലിസ്റ്റിൽ അടുത്ത് വിവാഹം ചെയ്യാനിരിക്കുന്ന കോട്ടയത്തുള്ള പയ്യനായിരുന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ആദ്യ വിവാഹം 2014 വീട്ടുകാർ തമ്മിൽ ആലോചിച്ചുറപ്പിച്ച് നടത്തിയ കല്യാണമാണ്. ഇത്രയും നല്ല ചേർച്ചയുള്ള ജാതകം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ജോത്സ്യർ പറഞ്ഞത്. പിന്നീടൊരു വൈക്കംകാരനെ കെട്ടി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉണ്ടായ പരിചയമായിരുന്നു വിവാഹത്തിലെത്തിയത്. അതിനുശേഷം ഒരു അങ്കമാലിക്കാരൻ എങ്ങോട്ടോ യാത്ര ചെയ്തപ്പോൾ രേഷ്മയുടെ അടുത്ത് ട്രെയിനിൽ ഇരുന്നു എന്ന തെറ്റു മാത്രമേ ആ യുവാവ് ചെയ്തിരുന്നുള്ളൂ. പിന്നീട് ആ പരിചയം വിവാഹത്തിലെത്തി. എന്റെ മൂപ്പിലെ എനിക്ക് പറ്റിയ അബദ്ധം ശത്രുക്കൾക്ക് പോലും പറ്റില്ലെന്ന് എനിക്കിപ്പോ. അതിനുശേഷം തിരുവനന്തപുരം, കൊല്ലം, വാളകം, തൊടുപുഴ എന്നിവിടങ്ങളിലെ വീടുകളിൽ മരുമകളായി രേഷ്മ കയറി ചെന്നു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ചിലപ്പോ കലയോടുള്ള ക്രൈസ് ആയിരിക്കും. ഏറ്റവും അവസാനം നെടുമങ്ങാട്ടെ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള ശ്രമത്തിനിടെയാണ് വീട്ടുകാർക്ക് സംശയം തോന്നിയതും പിടിക്കപ്പെട്ടതും. പെൺകുട്ടികളെ തേടിയുള്ള യുവാക്കളുടെ പരസ്യത്തിൽ നിന്ന് അവരുടെ നമ്പർ എടുക്കും. എന്നിട്ട് പെൺകുട്ടിയുടെ അമ്മയാണെന്ന് പറഞ്ഞ് രേഷ്മ തന്നെ ശബ്ദം മാറ്റി യുവാക്കളെ വിളിക്കും. നമുക്കറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. ഫോൺ വെക്കാൻ സമയത്ത് മകളെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കാമെന്ന് പറയും. പിന്നീട് രേഷ്മയായി തന്നെ ഫോൺ വിളിക്കുന്നതാണ് ഒരു രീതി. ഇത്രയും തന്റെയുള്ള സ്ത്രീകൾ ലോകത്തുണ്ടോ വക്കീലെ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന് ആൾക്കാര് പറയാം. അങ്ങനെ സംസാരിച്ച് നല്ല സൗഹൃദത്തിലാകും. പിന്നീട് നേരിട്ട് കാണും. എനിക്കിഷ്ടപ്പെട്ടു, മതി. അവസാനം വിവാഹത്തിൽ വരെ കൊണ്ടെത്തിച്ച് നിർത്തും. കല്യാണ സമയമാകുമ്പോൾ അമ്മ എവിടെ, ബന്ധുക്കൾ എവിടെ എന്ന് ആ യുവാവ് ചോദിക്കുമ്പോഴാണ് അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമായില്ല, ബന്ധുക്കൾക്ക് ഈ കല്യാണത്തോട് എതിർപ്പാണ്, എങ്കിലും നമ്മൾ ഇത്ര പരിചയപ്പെട്ട സ്ഥിതിക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് പടുകുഴിയിൽ കൊണ്ട് ആ യുവാവിനെ വീഴ്ത്തും. നിന്റെ ഐഡിയ കൊള്ളാം. നെയ്യപ്പം തിന്നാ 2 ഗുണം. അപ്പം തിന്നാം, കയ്യിലാവുന്ന എണ്ണ